പക്ഷേ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर की नाम की महिमा हो। ഈ വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ये भोर की समय बजने की सेवकाई के लिए अब सबों को स्वीकार करता है। ധ്യാനിക്കുന്നതിനായി എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം आज വെളിപ്പാട് പുസ്തകം 1:18. आज वचन की मनन के लिए आज मिला हुआ वचन प्रकाशित वाक्य पहले अध्याय की 1 अध्यायത്തിന്റെ 18-ാം വാക്യം. पहले अध्याय की 18वां पद से हम छंद बात मनन करने के लिए आया है। ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. मैं मर गया था और अब देख मैं युगान युग जीवित हूं और मृत्यु और अधोलोक की कुंजियां मेरे ही पास है। യോഹന്നാനുണ്ടായതായ വെളിപ്പാടത്രേ നാം ഈ ഭാഗത്ത് വായിക്കുന്നത്. सुसमाचार और यूहन्ना को मिला हुआ प्रकाशित है ये वचन। പത്മോസിൽ ഏകനായി കിടന്നതായ യോഹന്നാനും യേശു ക്രിസ്തു പ്രത്യക്ഷനായി തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി. पत्मोस टापू में बंदीगृह में थे जो यूहन्ना को प्रभु परमेश्वर ने प्रकाशन दिया था, यही है ये वचन। താൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു എന്നത്രേ വെളിപ്പാട്. मसीह के बारे में बताया, मैं मरा हुआ था, अभी सदानकाल तक जीवित है, यही है प्रकाश। മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. मृत्यु और अधोलोक की कुंजियां मेरा ही पास है। ഇവിടെ താക്കോൽ എന്ന പദത്തെ കുറിച്ച് അത്രേ നാം പ്രത്യേകം ഇന്ന് ചിന്തിക്കുന്നത്. यहाँ पर चिंता करने के लिए वचन कुंजियां के बारे में हम देखने के लिए आ रहा है। ഇവിടെ താക്കോൽ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികാരം അത്രേ. ये यहाँ पर ये बात है, अधिकार के बारे में बताता है कुंजियां। ആദാമിന് ദൈവം സകലത്തെയും വാഴുവാനുള്ളതായ അധികാരം നൽകിയിരുന്നു. सारे दुनिया की अधिकार हमारा मसीह के पास है। ആദാമിന് ദൈവം സകല അധികാരങ്ങളും വാഴുവാനുള്ള അധികാരം ആദാമിന്. पृथ्वी सारे और अधिकार दिया है और आदम को। എന്നാൽ ആദാം ദൈവത്തിന്റെ സന്നിധിയിൽ അതിക്രമം കാണിച്ചത് കൊണ്ട്, പാപം ചെയ്തത് കൊണ്ട്, അനുസരണക്കേട് നിമിത്തം അവന് ആ അധികാരം നഷ്ടപ്പെട്ടു. आदम को यहोवा परमेश्वर ने पृथ्वी की सारे अधिकार दिया था, जो अधिकार इन्होंने उल्लंघन कर दिया है, नियमों को तोड़ दिया है। അത് ആദാമിനെ വഞ്ചിച്ച് ആ അധികാരം പിശാച് കൈവശമാക്കി. जो आदम को धोखा दिया है, शैतान ने जो अधिकार अपनाया है। അപ്പോ സകലത്തെയും മനുഷ്യരെയും സകലത്തെയും വാഴുവാനുള്ള അധികാരം പിശാചിന് കിട്ടി. पृथ्वी सारे मानव जाति सारे सबको प्रभुता करने के लिए जो अधिकार शैतान के हाथ में मिल गई है। മനുഷ്യന് ദൈവവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിലായി തീർന്നു. मनुष्य को परमेश्वर के साथ कुछ संबंध है नहीं, ये बात की है। പിശാചിന്റെ അടിമത്തത്തിന് കീഴിൽ മനുഷ്യരാശി ആയി തീർന്നു. शैतान की गुलाम होकर मानव जातियों गिर पड़ा है। സ്വയമായിട്ട് ഒരു തീരുമാനമെടുക്കുന്നതിനോ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുന്നതിനോ പാപത്തിന്റെ ശക്തിയിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നതിനോ മനുഷ്യന് കഴിയാത്തതായ ഒരവസ്ഥ. जो ये बात हुई है, अपना स्वयं निर्णय में आने के लिए
और जीवन परमेश्वर के हाथ में समर्पण करने के लिए उनका हक नहीं हुई है। എന്റെ ഒരു സ്റ്റുഡന്റിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നു. परमेश्वर की दास ये इनका एक विद्यार्थी के बारे में याद आया है। അവൻ MA-ക്ക് എന്റെ ക്ലാസ്സിൽ ചേർന്നിരുന്നു. और MA तक उन्होंने डिग्री लिया है। എന്നാൽ അവൻ കോളേജിൽ ഉണ്ടാകുന്നതായ എല്ലാ സമരങ്ങളിലും അതുപോലെ ബസ്സിന് കല്ലെറിയുക ഇതുപോലുള്ള എല്ലാ അക്രമങ്ങളുടെയും മുന്നിൽ അവനുണ്ടായിരുന്നു. वहां पर सारे आंदोलन में बस को पत्रवाह करते हैं और इत्यादि, कोई आंदोलन में वो व्यक्ति आगे थे। ഞാൻ അവനോട് ചോദിച്ചു, ഇതിൽ നിന്നൊക്കെയും നിനക്ക് പിന്മാറി മാന്യമായ രീതിയിൽ ഇവിടെ വന്ന് പഠിച്ചുകൂടെ എന്ന്. वो व्यक्ति को, विद्यार्थी को परमेश्वर के दास ने पूछताछ की है, ये सारे आंदोलन से बचकर और सरल रीति, अच्छा रीति पर पढ़ने के लिए तुम्हारा मन क्यों नहीं लगता है? അവൻ എന്നോട് പറഞ്ഞത്, സാറേ അത് എനിക്ക് സാധിക്കുകയില്ല. वो व्यक्ति परमेश्वर के दास की ओर कहने लगा, वो ऐसा काम मुझे से हो नहीं सकता है। പാർട്ടി പറയുന്നത് പോലെ ഞാൻ എല്ലാം ചെയ്യാൻ വേണ്ടിയും ബാധ്യസ്ഥനത്ര. और मेरे ऊपर हुकूमत करने वाले पार्टी की लीडर है, जो कहते हैं वैसा मैं करता है। അവന്റെ പേരിൽ അനവധി കേസുകളുണ്ട്. उनका ऊपर और निरवधि और बहुत सारे केस उनका पास है। അതുകൊണ്ട് ഈ അവര് പറയുന്നത് പോലെ ചെയ്യുവാൻ മാത്രമേ അവന് കഴിയത്തുള്ളൂ, അതിൽ നിന്ന് പിന്മാറുവാൻ കഴിയത്തില്ല. हुकूमत देने वालों जो कहते हैं, जो कहने के बात वो किया करने का है, नहीं करने का, ये बात से पीछे मोड़ नहीं सकते। അവന് താല്പര്യമില്ലെങ്കിലും അവനെ ഭരിക്കുന്നത് മറ്റു ചില കേന്ദ്രങ്ങൾ അത്ര. वो ही उनका मन नहीं है, फिर भी उनको अधिकार देते हैं, उसका ऊपर हुकूमत करने वाले हैं। ഇതുവരെയുള്ളതായ എല്ലാ കേസുകളുടെയും അത് അവർ കൈകാര്യം ചെയ്തുകൊള്ളുമെന്നത്രേ അവൻ എന്നോട് പറഞ്ഞത്. वो उन्होंने कहता है, मेरा विरोध में कितने केस कोर्ट पर है, पुलिस स्थान में है, वो सब उन्होंने किया करेंगे. അതുകൊണ്ട് അതിൽ നിന്നും അവന് പുറത്തു വരുവാൻ കഴിയാത്ത അവസ്ഥയിൽ ആ പ്രവൃത്തി അവൻ തുടർന്നു കൊണ്ടേയിരുന്നു. इसी कारण में जो काम किया करते रहते हैं. ഇതുപോലെ അത്രേ സാധാരണ മനുഷ്യരുടേതായ ജീവിതവും. इससे नहीं है साधारण मनुष्य की जिंदगी. പാപത്തിൻ്റെതായ ആ ചങ്ങല പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരുവാൻ ആഗ്രഹമുണ്ടെങ്കിലും നിരവധി വ്യക്തികൾക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ല. पाप की जंजीर तोड़कर बाहर आने के लिए आग्रह है, लेकिन तोड़ नहीं सकते हैं. പലവിധമായുള്ള ആസക്തികള്, മദ്യപാനത്തിന്റെ ആസക്തി, ഇതുപോലുള്ളതായ ദുഷ്പ്രവൃത്തികൾ അനേകരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. और आजकल दिनों में हम देखते हैं ऐसा दारू पियाकड़ होकर कई प्रकार के काम कार्यों के गुलाम बन जाते हैं. എത്രയോ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. कितने परिवार के जीवन तोड़ फोड़ होते हैं. സാമ്പത്തികമായിട്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. धन के बारे में बहुत नुकसान पाते हैं. കുടുംബത്തിന് അപമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. परिवार की जीवन अपमानित में है. പിതാവ് മദ്യപിച്ചുകൊണ്ട് ഒത്തിരി ബഹളങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തല ഉയർത്തി നടക്കുവാൻ കഴിയാത്തതായ അവസ്ഥ. पिताजी ने दारू पीकर पियाकड़ होकर जाते हैं, इसी कारण में बाल बच्चों को सिर ऊंचा कर जा नहीं सकते. ഈ വ്യക്തികളെ നിയന്ത്രിക്കുന്നത് പിശാചത്രേ. ये व्यक्तियों को चलाते हैं शैतान है. എത്ര കുടുംബങ്ങളാണ് അതിന്റെ പേരിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. जितने परिवारों इसी कारण में टूट फूट होते हैं. മനുഷ്യന്റെ മേലുള്ളതായ പിശാചിന്റെ അധികാരം അതത്രേ. मनुष्य के ऊपर शैतान की अधिकार वो ही होता है. എന്നാൽ ഈ അവസ്ഥയിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ദൈവം തന്നെ ഇടപെട്ടെങ്കിലേ മതിയാവത്തുള്ളൂ. ये अवस्थाओं में से मनुष्य को बचाना चाहता हो तो केवल ईश्वर ही हो सकता है.
ആദാമിന്റെ കയ്യിൽ നിന്നും അധികാരം കൈവശമാക്കിയതായ സാത്താൻ വളരെ അഹങ്കാരിയായിട്ട് അവൻ നടക്കുകയാണ് ചെയ്യുന്നത്. आदम के हाथ से प्रभु ने दिया हुआ वो अधिकार शैतान ने अपने कब्जा पर लाया। इसी कारण में शैतान के गुलाम होकर मानव जाति जीवन बिता रहा है। മനുഷ്യരെ ഇതിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു രക്ഷകൻ ആവശ്യമായിരിക്കുന്നു. मानव जातियों को इसी में से ये शैतान के अधिकार से रक्षा करने के लिए एक व्यक्ति संसार में आना पड़ता है। ദൈവം മുന്നമേ അറിയിച്ചതുപോലെ സ്ത്രീയുടെ സന്തതിയും സാത്താൻ പാമ്പിന്റെ സന്തതിയെ തകർക്കും എന്നത്രേ. और प्रभु ने वायदा बनाया, कहा ऐसी स्त्री की संतान शैतान की, इसका अर्थ सांब के सिर को कुचल डालेगा। നഷ്ടപ്പെട്ടതായ അധികാരം വീണ്ടെടുക്കുന്നതിന് വേണ്ടി, നഷ്ടപ്പെട്ട ആ താക്കോല് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഈ രക്ഷകൻ പ്രവർത്തിച്ചു. ये खोए हुए कुंजी को वापस लेने के लिए ये रक्षक ഭൂമി पर अधिकार के लिए आया है। ആദാം നഷ്ടപ്പെടുത്തിയതായ അധികാരം വീണ്ടെടുക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തു ഒരു വലിയ യുദ്ധം തന്നെ ചെയ്യേണ്ടി വന്നു. और आदम ने नुकसान किया, नष्ट किया हुआ वो अधिकार वापस लेने के लिए मसीह ने संसार में आना पड़ा। വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. जो अधिकार हो, हुकूमत हो, वो कुछ ना भी कुछ हो, उसका ऊपर मसीह ने विजय पाकर उसमें विजयधारी हो गई है। ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യ കാഴ്ചയാക്കി തീർത്തു എന്നത്രേ നാം വായിക്കുന്നു. और उसका हथियारों को, शैतान की हथियारों को नीचे रखा है, रखने दिया है, उसका ऊपर अमल किया है मसीह ने। ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയും അവരെ പരസ്യ കാഴ്ചയാക്കി. क्रूस पर मसीह ने विजय पाते हुए शैतान के ऊपर इतनी आनंद मना दिया है। അതെ, യുദ്ധത്തിൽ തോൽക്കുന്നതായ രാജ്യത്തുള്ളതായ രാജാവിനെയും അവിടെയുള്ളതായ സൈന്യവും എല്ലാം തന്നെ ജയിച്ച രാജാവിന്റെ മുമ്പിൽ കീഴടങ്ങുന്നത് പോലെ അത്ര. और एक युद्ध के लिए जाते हैं, लड़ाई में जिन राजा ने विजय पाता है, विजय पाने वाला राजा के साथ और शत्रुओं ने सिर झुकते हैं और उसका अमल में है। യേശു തന്റെ മരണത്താൽ മരണഭയത്തിലായിരുന്നതായ ജീവിതങ്ങളെ വിടിവിച്ചു. मसीह ने यही किया है, जितने तक गुलाम में थे वो गुलामियों को छुटकारा दिया है। അതെ, മനുഷ്യനെ ഇന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്നതായ ആ മരണഭീതിയിൽ നിന്നത്രേ യേശു ജനത്തെ വിടിവിച്ചത്. ये मृत्यु का भयभीत होकर जाने वालों को वहां से बचाने के लिए, विजय मिलने के लिए मसीह संसार में आया है। യേശു പാതാളത്തിലേക്ക് പോയി സാത്താനെ ബന്ധിച്ച് അവന്റെ മേലുള്ളതായ സകല അധികാരങ്ങളും എടുത്തു മാറ്റി. मसीह ने अधोलोक तक गया है, जो शैतान ने अमल कर रखे हुए लोगों को, बंधुओं को वहां से छुटकारा दिया है, बाहर आया है। മരണഭയം ആജീവനാന്തം മനുഷ്യരെ ഭയപ്പെടുത്തിയിരുന്ന ഒന്നത്രേ. और मनुष्य की आयु पूरा बंदीगृह में रहकर वो बंदीगृह में से मसीह ने उनको छुटकारा दिया है और आजादी कर दिया है। ഇന്ന് പിശാചിന് ഒരു ആയുധവും ഇല്ല. शैतान को हाथ में कुछ हथियार है ही नहीं है। അധികാരം യേശു ഏറ്റെടുത്തു. और अधिकार, अंगीकार मसीह की हाथ में आई। ആദാം നഷ്ടപ്പെടുത്തിയതായ താക്കോൽ യേശു വീണ്ടെടുത്തു. आदम ने नष्ट कर दिया, वो कुंजी मसीह ने हाथ में ली है। അതുകൊണ്ടത്രയും യേശു ക്രിസ്തുവും യോഹന്നാന് പ്രത്യക്ഷനായിട്ട് ഇങ്ങനെ പറഞ്ഞത്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്.
यूहन्ना ने यही बात कहा है, मृत्यु और अधोलोक की कुंजी मेरा पास ही है. അപ്പോ ഇവിടെ ഈ താക്കോൽ എന്ന് പറയുന്നത് അധികാരത്തിന്റെ ചിഹ്നമത്രേ. ये कुंजियां अधिकार की चिन्ह है. നാം ഇനിയും പാപത്തിൽ ബന്ധിക്കപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. हम इन्हें आम और पाप के बंदीगृह में रहने का कोई रास्ता नहीं. ദുഷ്പ്രവണതകളിൽ അത് കുടുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല. और पाप में बने रहे ये हाल हमारे में है ही नहीं. അതെ. അപ്പൊ നമ്മെ ഈ പാതാള ശക്തികളിൽ നിന്നും കർത്താവ് വിടുവിച്ച് സ്വതന്ത്രരാക്കിയത്രേ ചെയ്തത്. हमें ये नरक से और पाताल से अधोलोक से रक्षा कर कर हमारा पैर को सिर कर दिया है. യേശുക്രിസ്തു നിമിത്തം നമുക്ക് സകല ബന്ധനങ്ങളിൽ നിന്നുമുള്ളതായ സ്വാതന്ത്ര്യമുണ്ട്. मसीह के कारण हर प्रकार की बंदीगृह से हमको छुटकारा देने के लिए मसीह आया है. उन गिरोह का द्वारा सब कुछ हो सकता है. നാം കാണുന്നത് ലോകത്തിന്റെ മേൽ, ജഡത്തിന്റെ മേൽ, സാത്താന്യ ശക്തികളുടെ മേൽ ജയമെടുത്തതായ ജയാളിയായ യേശുക്രിസ്തുവിനെ അത്രേ. संसार के ऊपर, अधोलोक के ऊपर, शैतान के कामकार्य के ऊपर विजय पाया हुआ एक महान व्यक्ति है हमारा यीशु मसीह. പഴയ കാലഘട്ടങ്ങളില് ജയിച്ച രാജാവ് ശത്രുവിന്റെ സകലവിധമായ വിലപിടിപ്പുള്ളതും കൊള്ളയടിക്കുമായിരുന്നു. पुराना समय में एक राजा बादशाह ने युद्ध के लिए जाते हैं. युद्ध कर कर वो शत्रुओं को हर चीज को घेर लेते थे. ദാവീദ് ഗോലിയാത്തിനെ കൊന്നു. അതിനുശേഷം അവർ ആ ഫെലിസ്തീയ സൈന്യത്തെ കൊള്ളയടിച്ചു എന്ന് നാം വായിക്കുന്നു. दावीद ने गोलियात एक व्यक्ति है जो उनको हरा दिया है. उसका साथ कितना मोल धन दौलत दे वो सब लोग अपनाया है. യഹോശാഫാത്ത് രാജാവിനെ എതിർക്കുവാൻ വന്നതായ ശത്രു സൈന്യത്തെ അവർ പരാജയപ്പെടുത്തി ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. यहोशाफात नाम में है ये राजा ने युद्ध के लिए गए हैं. वो लोगों का और बदल आया हुआ वो राजा के हर चीज उन्होंने हाथ से अपनाया है. ശത്രുക്കളുടേതായ കൊള്ള കളക്ട് ചെയ്യുന്നതിന് അവർക്ക് 3 ദിവസം വേണ്ടി വന്നു എന്ന് നാം വായിക്കുന്നു. मोर शत्रुओं ने आया है, उनका जितना धन दौलत मिलकत दे और अपनाने के लिए 3 दिन की काम कार्य करना पड़ा. അപ്പോസ്തലനായ പൗലോസും ശീലാസും ഒക്കെ കാരാഗ്രഹത്തിൽ ആയിരുന്നപ്പോൾ प्रेरित पौलुस, शीलास इत्यादि बंदीगृह में थे. उसी समय यहाँ पर भी यही कार्य हुई है. അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി. अर्धरात्रि में वो ही परमेश्वर के दासों ने जेल खाना के अंदर ताली बजाकर गीत गाते रहा. അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. जल्दी से जल्दी एक धरती कम हुई है. ആ ദൈവപ്രവൃത്തിയുടെ ഫലമായി കാരാഗ്രഹത്തിന്റെ വാതിലുകൾ എല്ലാം തുറന്നു. परमेश्वर की दया से कारागृह की बंदीगृह की दरवाजा खोलने पड़ा. ജയിലർ വന്ന് ചോദിക്കുകയാണ്, രക്ഷപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. और जेल को रखवाली करने वालों ने आकर ये परमेश्वर के दासों को पूछताछ करते हैं, उद्धार पाने के लिए हम क्या करूं. മറ്റ് ജയിൽ പുള്ളികളും അവിടെ വരികയും ഈ സത്യസുവിശേഷം കേൾക്കുകയും അവരും രക്ഷയുടെ അനുഭവത്തില് ആയിത്തീർന്നു. और पौलुस के साथ जेल खाने में थे, वो ही आकर ये बात सुना, उन्होंने भी यीशु को अपनाया है. ആ ദൈവപ്രവൃത്തിയുടേതായ നന്മ അവിടെ നിന്ന് കൂടി നിന്നതായ എല്ലാ ആളുകളിലേക്കും അത് പകരപ്പെട്ടു. मसीह की वो फलदायी ഓരോ लोगों को अपनाने के लिए अवसर मिली है. ഇവിടെ പൗലോസിന്റെയും ശീലാസിന്റെയും കൊള്ള എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് അനേകം ജീവിതങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് ഇടയായി തീർന്നു. और दूसरों की राजाओं ने ऐसा घर रहते ऐसी नहीं,
प्रेरित पौलुस को जेल खाने में बंदी थे, वो लोगों को अपना है, वही फल है। അതത്രേ ദൈവമക്കളായിരിക്കുന്ന നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് യേശുവിനോട് ജയാളിയായ യേശുവിനോട് കൂടി ചേർന്ന് കൊള്ള പങ്കിടുക. और यही है हमारा मसीही जीवन में, जो लोग अधर्म पाताल में जाने वालों को यीशु में लाता है, यही है और ये फल है। അത് സാധ്യമാണ്. കാരണം മരിച്ചവരായിരുന്ന നമ്മളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. और साध्य बात है, अंगीकार की बात है, मरे हुए लोगों को भी मसीह का साथ जिलाया है। യേശു സാത്താന്റെ മേൽ ജയമെടുത്തത് കൊണ്ട് ഈ യേശു അതോടുകൂടി അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുകയുണ്ടായി. मसीह ने ये शैतान का सिर कुचल डालकर विजय पाया, इसी कारण में अनेक पुत्रों को मसीह की ओर लाया है। ക്രിസ്തുവിനോടുകൂടി നമ്മെ ജീവിപ്പിച്ചിരിക്കുകയത്രേ ചെയ്യുന്നത്. मसीह का साथ हमको जिलाया है। ഉയർപ്പിന്റെ ശക്തി അത്രേ നമ്മിൽ വ്യാപരിക്കുന്നത്. पुनरुत्थान की सामर्थ्य हमारे में व्यवहार है। അതുകൊണ്ട് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും പുറത്തു വന്നതായ അത് എന്താണ്, നമ്മൾ തേജസ്സിന്റെ പുത്രന്മാരത്രേ. अंधकार की, घोर अंधकार की वो काम कार्यों में से प्रभु की सामर्थ्य के कारण हमको भी जिलाया है। ക്രിസ്തുവിനോട് കൂടി ചേർന്ന് നിന്നുകൊണ്ടും അന്ധകാരത്തിന്റെ ശക്തികളിൽ നിന്നും ജനത്തെ വിടുവിക്കുന്നതായ തേജസ്സിന്റെ പുത്രന്മാരെ അത് കൊണ്ടുവരുന്നതായ ആ ശുശ്രൂഷയത്രേ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. अंधकार के काम कार्यों में जीवन में धाते हुए लोगों को मसीह की ओर लाने के लिए, उनको ज्योतिर्मय होने के लिए काम किया करता है, वो ही है प्रभु हमें समर्पण किया, सौंपा हुआ। അതെ, തകർന്ന കുടുംബങ്ങൾ യഥാസ്ഥാനപ്പെടുമ്പോൾ അവിടെ ഒരു കൊള്ള പങ്കിടുന്ന അനുഭവം അത്രേ. और टूटे फूटे पारिवारिक जीवन को एकता में लाते हैं और मसीह उनका घर में आता है, वही सेवकाई प्रभु हमें सौंपा है। പലവിധമായ പാപപ്രവർത്തികളിൽ അടിമപ്പെട്ടിരിക്കുന്നവർ അതിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഒരു കൊള്ള കിട്ടിയതായ അനുഭവം അത്രേ. कई प्रकार की पाप और अपराध में गिरे हुए लोगों को मसीह की ओर लाता है, वही है एक बड़ा और शत्रुओं की वश में चलाते हुए वस्तु बनते हैं। അതുകൊണ്ട് ക്രിസ്തുവിന്റെ ആ പുതുജീവൻ സ്വീകരിച്ചതായ നാം ഇനിയും പാപത്തിൽ ബന്ധിക്കപ്പെട്ടവരല്ല. इसी कारण में मसीह की आत्मा प्राप्त किए हुए लोग शैतान के गुलाम में है ही नहीं है। എന്നേക്കും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിന് ബദ്ധന്മാരെ വിടുവിപ്പാൻ കഴിയും. सदान अनंतकाल तक जीवन वायदा बनाया हुआ जो व्यक्ति को और बहुत सारे लोगों को यीशु में लाने के लिए हो सकता है। മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതായ യേശു ക്രിസ്തു അധികാരത്തോടു കൂടി വാഴുകയത്രേ ചെയ്യുന്നത്. मृतकों में से जीव उठा हुआ, जिलाया हुआ वो मसीह का संधान बनने के लिए प्रभु ने हमें അനുഗ്രഹ दिया है। മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ അത്യന്ത ശക്തി എത്രേ ദൈവം നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. मृतकों के बीच में से परमेश्वर ने मसीह को जिलाया, तब मिला हुआ अधिकार प्रभु हमें सौंपा है। നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്, നമ്മൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ എന്നത്രേ. मसीह हमारे ओर से आग्रह करते हैं सहा सही सेवकों का बात। രക്ഷകനായ യേശു ക്രിസ്തു തന്റെ വിലയേറിയതായ രക്തം നൽകിയത്തെ നമ്മെ വീണ്ടെടുത്തത്. मसीह ने उनका लोहू, अपना लोहू बहकर इतने मोल लिया है, हमको खरीद लिया है। അതെ, യേശു ക്രിസ്തു പാപത്തിന്റെ ചങ്ങലകളിൽ നിന്നും മനുഷ്യരെ സ്വതന്ത്രരാക്കുന്നു. मसीह ने शैतान की गुलाम में से हमको आजादी बना दिया है। മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. मृतकों में से जिलाया है।
പാതാളത്തിന്റെ ഗോപുരങ്ങളെ അവൻ തകർത്തു. अधम पाताल की जो खुम्मट दे जो गिरा दिया है. നാം ഓരോരുത്തരും ദൈവവേല ചെയ്യുമ്പോൾ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി എത്രേ നമ്മിലൂടെ അത് വെളിപ്പെട്ട് വരുന്നത്. हम अब एक एक व्यक्ति मसीह का काम कार्य सेवकाई में आगे जाते हैं, वो प्रभु की सामर्थ्य शक्ति हमारे में वास करते हैं. പൈശാചിക ബാധയുള്ളവർക്ക് അതിൽ നിന്നും വിടുതൽ ലഭിക്കുന്നു. शैतान की काम आत्मा किसी का ऊपर प्रभुता करते हैं, जो രോഗികൾ प्रभुताओं में से प्रभु ने लोगों को बचाने देते हैं. രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. बीमारी वालों को चंगाई होता है. അതുകൊണ്ട് ഈ ജയിച്ചവനായ ക്രിസ്തുവിനോട് കൂടി ചേർന്ന് കൊള്ള പങ്കിടുവാൻ തക്കവണ്ണം നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. और मसीह परमेश्वर की और अनुग्रह के कारण से शैतान की अधिकार को ढांढते हुए लोग मसीह की ओर आने के लिए काम किया करता है. ജയാളിയായ ക്രിസ്തു തന്റെ എന്താണ് വിക്ടറി പ്ലാറ്റ്ഫോമിലേക്ക് താൻ ജയിച്ച് അത് അംഗീകരിക്കപ്പെടുന്നതായ ആ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. मसीह ने विजय पाया, जो पाया हुआ मसीह ने अपने प्लेटफॉर्म में धक्के मारते हुए लोगों को भी बुला लेता है. യേശു പറയുന്നത് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു എന്ന്. मसीह ने ये बात कहता है, पिता परमेश्वर ने मसीह को भूमि पर भेजा है, इसी न्याय मैं तुम्हें भूमि पर भेज देता हूं. അതിന്റെ അർത്ഥം അത് വീണ്ടെടുത്തതായ ആ താക്കോൽ, ആ അധികാരം, ആ സുവിശേഷത്തിന്റെ ശക്തി അത് നമുക്ക് ലഭ്യമത്രേ, അത് നാം ഉപയോഗിക്കണം എന്നത്രേ. यहोवा परमेश्वर ने मसीह को अधिकार दिया, मसीह ने हमें अधिकार दिया. ये ऐसे गुलाम में रखने वाले लोगों को बचाकर प्रभु में से मिलाना, वो बात यहाँ पर है. പാപത്തിന്റെ തടവറയിലായിരിക്കുന്ന ആളുകളെ തുറന്നു വിടുന്നതിന് വേണ്ടിയും ഈ അധികാരം, ഈ സുവിശേഷത്തിന്റെ ശക്തി, ഈ താക്കോൽ നമുക്ക് ഉപയോഗിക്കാം. ये अधिकार है शैतान के गुलाम में रहने वालों को उनका जंजीर तोड़कर आजादी कर कर मसीह का साथ मेल मिलाप में रहने के लिए उपयोग करने के लिए प्रभु हमें बुला रहा है. ഉത്തരവാദിത്വമില്ലാത്തതായ ചില വ്യവസായികൾ ചില സാധനങ്ങൾ പൂഴ്ത്തി വെക്കുകയും അങ്ങനെ കൃത്രിമ ക്ഷാമം ഉണ്ടാക്കി വില വർദ്ധിപ്പിക്കുന്നതിന് ശ്രമിക്കാറുണ്ട്. आजकल दिनों में लोगों को खाने के लिए जो खुराक है, जो उन्होंने गुप्त जगह पर रखते हैं और उन्होंने अकाल होने के लिए रास्ता बनाते हैं, അത് കുറ്റകരമത്രേ. जो दंड के काम है. അതുപോലെ അത്രേ ദൈവരാജ്യത്തില് അത് വിടുതൽ പ്രാപിച്ചതായ അനേകം വ്യക്തികള്, രക്ഷയുടെ അനുഭവത്തിലായി തീർന്നതായ അനേകം വ്യക്തികള്, ദൈവശക്തി പ്രാപിച്ചവര്, സുവിശേഷ അല്ലെങ്കിൽ അത് ദൈവ വചനം അറിയാവുന്ന വ്യക്തികൾ ഈ കൊള്ള മറ്റുള്ളവരിലേക്ക് പങ്കിടാതെ അത് പൂഴ്ത്തി വെക്കുന്നു. इसी प्रकार मसीह में से आजादी पाए हुए लोग औरों को नहीं दिया है, देता है, अपने कब्जे पर रखता है और शैतान की गुलाम में लोग जाने देते हैं. എന്നാൽ യേശു പഠിപ്പിച്ചത് ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ, ഈ സുവിശേഷം സകല ജാതികളോടും പ്രസംഗിപ്പീൻ. मसीह ने सिखाया है, जाओ दुनिया के कोने कोने तक जाओ, मैं तुम्हें सौंपा है. ये बात संसारी की और पाप में गिरे हुए लोगों को समझाओ, मसीह की और उन्हों को लाओ. പാപത്തിൽ ജീവിക്കുന്നതായ പുത്രന്മാരെയും പുത്രിമാരെയും തേജസ്സിലേക്ക് നയിക്കുവാൻ തക്കണം ഈ തേജസ്സിന്റെ ശുശ്രൂഷ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. पाप और अपराध में गिरे हुए लोगों को महिमा की ओर लाने के लिए और महिमा की सेवकाई अपने लोगों को प्रभु ने समर्पण कर दी है. ഇതിന്റെ അർത്ഥം നമുക്ക് സുവിശേഷം മറ്റുള്ളവരോട് പങ്കിടുവാനുള്ളതായ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നത്രേ. ये बात, ये निर्णय है, मसीह ने एक बड़ा जिम्मेदारी हमारा ऊपर सौंपा गया है. നാം പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾക്ക് സൗഖ്യമുണ്ടാകുന്നു.
हम प्रार्थना करते हैं तब रोगियों बीमारियों चंगाई हो जाता है। പിശാച് ബാധിച്ചതായ വ്യക്തികൾക്ക് അത് വിടുതൽ ഉണ്ടാകും. शैतान से ग्रहित किए हैं वो उन्हीं लोगों को प्रभु ने चंगाई दिया देता है। വൈകാരികമായും ശാരീരികമായും മുറിവേറ്റതായ വ്യക്തികൾക്ക് ആശ്വാസം ഉണ്ടാകുന്നു. मन से टूटे फूटे लोग और शैतान की कामकारियों में से गिरे हुए लोगों को दिलाजा मिलता है। എന്നാൽ ഈ അത്യന്ത ശക്തി നമ്മിൽ പ്രാവർത്തികമാകണമെങ്കിൽ നാം വിശുദ്ധിയുള്ളവരായിരിക്കണം, ദൈവ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചവരുമായിരിക്കണം. ये अनंतकाल की सामर्थ्य स्वर्गीय शक्ति हम प्राप्त करने के लिए प्रभु की ओर इतना सरल बनना हमारा आवश्यकता है। ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിലൂടെ പ്രകടിപ്പിക്കണം. मसीह की स्वभाव क्या है? हमारा सेवकाई में प्रकट करना। അത് നമുക്കറിയാം, യോസേഫ് അവൻ നല്ല സ്വഭാവമുള്ളവനായിരുന്നു. योसेफ के बारे में, याकूब के पुत्र योसेफ के बारे में जानकारी है, अच्छा स्वभाव वाले थे। എന്നാൽ ശിംശോൻ വളരെ മിടുക്കനായിരുന്നുവെങ്കിലും നല്ല സ്വഭാവമല്ലായിരുന്നു. शिमशोन नाम में एक व्यक्ति थे, उन्होंने बहुत अच्छा व्यक्ति है लेकिन उनका स्वभाव अच्छा नहीं था। പാപത്തോട് വേർപെട്ട് ജീവിക്കുന്നതായ ഒരു വിശുദ്ധിയുള്ളതായ വ്യക്തിക്ക് മാത്രമേ അത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ആ ശക്തി പ്രാപിക്കുവാൻ കഴിയുള്ളൂ. पाप को त्याग करते हुए ईश्वरीय शक्ति प्राप्त करने वाले व्यक्ति को स्वर्ग राज्य के बारे में औरों को कह सकते हैं। അവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിന്റെ ഈ താക്കോൽ അഥവാ അധികാരം കൈകാര്യം ചെയ്യുവാൻ കഴിയുള്ളൂ. वही व्यक्ति को स्वर्ग राज्य के अधिकार को व्यवहार करने के लिए प्रभु दिया देता है। എന്നാൽ നാം വിശുദ്ധിയില്ലാതെ എത്രമാത്രം പ്രകടനങ്ങൾ കാണിച്ചാലും അത് കണ്ടിട്ട് പിശാച് മാറി നിന്ന് ചിരിക്കുകയത്രേ ചെയ്യുന്നത്. वो ही काम कार्य देखते हुए शैतान ने पार होकर हंसते रहते हैं। അതുകൊണ്ട് ധീരതയോടുകൂടി ദൈവത്തിന്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദാനങ്ങൾ കൃപാവരങ്ങൾ പ്രാപിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അതിനൊരു പ്രീ കണ്ടീഷൻ എന്ന് പറയുന്നത്, മുന്നുപാധി എന്ന് പറയുന്നത് വിശുദ്ധി അത്രേ. इसी कारण में हिम्मत पाकर ढांढस बांधकर मसीह में से शक्ति सामर्थ्य प्राप्त करते हुए प्रभु की सेवकाई में आगे बढ़ना हमारा फर्ज है, कर्तव्य है। എങ്കിൽ മാത്രമേ നമുക്ക് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളതായ പ്രകൃത്യാതീതമായിട്ടുള്ളതായ ആ ശക്തിയിൽ മുന്നേറുവാൻ കഴിയുള്ളൂ. ऐसा होवे तो प्रभु की शक्ति सामर्थ्य से आगे बढ़ सकते हैं। പള്ളിയിൽ നിരന്തരം ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്നതായ ഒരു സ്ത്രീയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. आराधनालय में आया हुआ एक स्त्री के बारे में सुना है। എന്നാൽ ആ സ്ത്രീക്ക് ആ സഭയിലെ തന്നെ മറ്റൊരു വ്യക്തിയോട് വളരെ ദേഷ്യമുണ്ടായിരുന്നു. वो स्त्री को और दूसरा स्त्री की ओर इतना और दुखित है। എന്നാൽ അവൾ ഒരു രോഗിയായിരുന്നു. वही एक बीमारी रोगी थी। വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റവുമില്ല. वर्ष से प्रार्थना करते हैं लेकिन फिर फर्क नहीं पड़ते हैं। ഒരു നാൾ പ്രാർത്ഥനാ യോഗത്തിന്റെ മധ്യേ അവൾക്ക് ഒരു ബോധ്യമുണ്ടായി, താൻ ഈ മറ്റുള്ളവരോടുള്ളതായ ദേഷ്യവും പകയും കൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവൾ അത് ഉപേക്ഷിക്കുവാൻ തയ്യാറായി. निरंतर प्रार्थना करते 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 रहते हैं और वो स्त्री को एक बात निर्णय में, मेरा हृदय में इतनी बोझ उठाकर जाने का क्या बात है, मैं उनको त्याग करूंगा। അതെ, മറ്റുള്ളവരുടെ പകയും വിദ്വേഷവും അവൾ ഉപേക്ഷിക്കുവാൻ തയ്യാറായപ്പോൾ അവൾ അന്ന് ആ യോഗത്തിൽ വെച്ച് സൗഖ്യമുള്ളവളായി തീർന്നു. और वही मन में एक निर्णय ली, दूसरा का साथ ऐसे विरोध में लड़ते हैं, वो बात हम त्याग करें, ये सोच समझ कर प्रार्थना की, ये व्यक्ति को प्रभु ने चंगाई दी है। അവൾ പരിശുദ്ധാത്മാവിനെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. और पवित्र आत्मा को उनका जिंदगी को स्वीकार किया है। അവളെ ആ രോഗത്തിൽ നിന്നും യേശു അത്ഭുതകരമായിട്ട് സൗഖ്യം നൽകി. वो स्त्री को क्षण भर समय में बीमारियों में से छुटकारा दी है। ഒരു പാസ്റ്റർ തന്റെ
സഭയിലുള്ളതായ കുറച്ച് ചെറുപ്പക്കാരുമായിട്ട് ചേർന്നിട്ട് ഒരു പൊതുസ്ഥലത്ത് ഒരു റോഡ് വക്കിൽ ഒരു യോഗം നടത്തുന്നതിന് തീരുമാനിച്ചു. और एक बार एक पासवान ने और अपना विश्वासी जवानों को बुलाकर एक रोड के किनारे में आमतौर पर एक मीटिंग रखने के लिए आग्रह किया है. അവിടെ വളരെയധികം പാപപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നതായ വ്യക്തികളുണ്ടായിരുന്നു. पाप की अपराध में गिरे हुए कई प्रकार के व्यक्तियों वहां मर्द है. എന്നാൽ ഇവർ അവിടെ പ്രാർത്ഥന തുടങ്ങി പല ആളുകളും വിമർശിച്ചു. उन्होंने वहां पर प्रार्थना किया, वो कई लोग विरोध में बात करने लगा. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവരിൽ അവിടെ ഉണ്ടായിരുന്നതായ പാപപ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നതായ ഓരോരുത്തരായിട്ട് ആ യോഗത്തിലേക്ക് വരാൻ തുടങ്ങി. वहां पर कई सालों से पाप के गुलामी में थे जो लोग एक एक व्यक्तिगत तौर पर इनकी पास्टर के साथ आने लगा. ഇവിടെ പാസ്റ്റർ ചെയ്തത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ താക്കോൽ അദ്ദേഹം അത് തെരുവുകളിലേക്ക് കൊണ്ടുപോയി. और ये पासवान ने क्या किया है, स्वर्ग राज्य की जो कुंजी है वो कुंजी लेकर ये जगह पर गए थे. അതെ, സഭയുടേതായ പള്ളിയുടേതായ 4 ചുവരുകൾക്കുള്ളിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടത് എന്തുകൊണ്ടാണ്? കർത്താവ് തങ്ങളോട് കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തിൽ അത്രേ. 4 दीवार के अंदर एक आराधनालय के अंदर सेवकाई किया है, करता था. जो पास्टर ने चर्च की बाहर गया और खुली खुली जगह पर उन्होंने सेवकाई करने के लिए शुरू की है. ഈ ബോധ്യത്തോടുകൂടി നാം തെരിക്കോണുകളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ജയം നമുക്ക് തന്നെയാണ്. അത് മല പോലുള്ള പ്രശ്നങ്ങൾ നീങ്ങിപ്പോകുന്ന ഇടയായിത്തീരും, ഹൃദയങ്ങൾ രൂപാന്തരപ്പെടുന്നതിനും പാപികൾ രക്ഷയുടെ അനുഭവത്തിലായിത്തീരുന്നതിനും ഇടയായിത്തീരും. और हम बाहर जाते हैं, सुसमाचार सुनाते हैं, जब शैतान की गुलाम में रहते हैं, प्रभु ने उनका जंजीर तोड़कर उनको आजादी कर देते हैं. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ പാപങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാവണം. पवित्र आत्मा पाप की अपराध के बारे में हमको इससे ध्यान देते हैं, तब पाप को त्याग कर यीशु मसीह की अनुग्रह प्राप्त कर आगे जाना हमारा काम है. അപ്പോൾ ജയാളിയായ യേശുക്രിസ്തുവിനോട് നമുക്ക് കൊള്ള പങ്കിടാം. विजय पाया हुआ मसीह का साथ ऐसा धन भाग करे. എങ്ങനെയാണ് ഈ കൊള്ള പങ്കിടുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് എങ്ങനെയാണ് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതങ്ങൾ മാറ്റിമറിക്കപ്പെടുമ്പോൾ അതത്രേ കൊള്ള പങ്കിടുക എന്ന് പറയുന്നത്. ये धन बांटते हैं तब इसका अर्थ जो है, पाप से लोग यीशु को अपनाते हैं, आगे आता है, तब मालूम पड़ते हैं ये मसीह की सामर्थ्य से ये काम कार्य आगे होते हैं. ഒരു നാൾ നിത്യതയിൽ നാം ചെല്ലുമ്പോൾ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നമ്മുടെ കിരീടങ്ങൾ നാം താഴ്ത്തി വെക്കും. एक बार स्वर्गीय स्थान में जो मसीह बैठते हैं वहां पर जाने के समय है, हमें दिए हुए मुकुट को नीचे गिरना पड़ता है. അതിന്റെ അർത്ഥം നാം ഇതെല്ലാം അവന്റെ ജയമത്രേ. वही अर्थ यू है, यही है मसीह दिया हुआ विजय. നമുക്കിപ്പോ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. हमको ये कई प्रकार के प्रश्न से आगे गुजर रहा है. ചില യുദ്ധങ്ങൾ തീരുമ്പോൾ പുതിയ പുതിയ യുദ്ധങ്ങൾ ഉണ്ടാകും. युद्ध समाप्त होता है, नए नए युद्ध आगे आता है. അതെ, കടഭാരം അത് തീരുന്നില്ല. कर्जदार है वो सीमा नहीं होता है. രോഗങ്ങളുണ്ട്, അതുപോലെ മറ്റ് മാനസികമായിട്ടുള്ളതായ പ്രശ്നങ്ങളുണ്ട്. बीमार है और कई प्रकार की मन को वेदना करते हुए हाल भी हमारे जीवन में होता है. അതുകൊണ്ട് ഇതിന്റെയൊക്കെ മധ്യയും നമുക്ക് ജയം തരുന്നതിന് യേശുവിന് കഴിയും. इसके बीच में विजय देने के लिए मसीह को हो सकता है. അത് നമുക്ക് എങ്ങനെ അറിയാം? കാരണം യേശു പറഞ്ഞു, എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, ഭയപ്പെടേണ്ട, ഭ്രമിക്കുകയും വേണ്ട എന്ന്. हमें ये बात करनी है, मसीह ने कहा
सदा का हमारा आयु भर के जिंदगी की मृत्यु तक मैं तुम्हारा साथ में साथ रहेंगे. നിങ്ങളുമായിട്ട് നമ്മെ വിഴുങ്ങുവാൻ തക്കവണ്ണം പിശാച് അടുത്ത് വരുമ്പോൾ ഈ പിശാചിനെ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത്, പിശാചെ നിനക്ക് ഇപ്പോൾ ഒരു ആയുധവുമില്ല, നീ തോറ്റവനാണ് എന്ന്. ये शैतान हमको घर लेने के लिए आता है शाम, तब हमको कह सकता है हे शैतान तुझको हमारा साथ कोई व्यवहार नहीं, तुझको हमारा मसीह ने सिर को कुचल डाला है, तुमको त्याग किए हुए वस्तु तू ही है. നിരാശയുടെ നടവറയിൽ നിങ്ങളെ അത് ഇടുവാൻ തക്കവണ്ണം അത് പിശാചിന് ഇനി കഴിയത്തില്ല. और ये शैतान हमें निराशा की हाल में डालने के लिए तुझको हो नहीं सकता है. ഇപ്പോൾ തന്നെ യേശുവിന്റെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തില് നമ്മുടെ മുമ്പിലുള്ളതായ ആ പൈശാചിക സ്ട്രോങ് ഹോൾഡ്സ് അത് ബ്രേക്ക് ചെയ്യത്ര ചെയ്യുന്നത്. और शैतान ने ऐसा निराशा लाता है, हमें सिर झुकाने के लिए अवसर देता है, तब हम कहने लगे हे शैतान तुम हरा हुआ वस्तु है, हट जाए. ഇത്രയൊക്കെ പ്രതികൂലം ഉണ്ടെങ്കിലും നാം പിന്മാറുകയില്ല. कई प्रकार की प्रश्न हमारे आगे आता है, हम पीछे हटेगा नहीं. ഒരു മനുഷ്യൻ വളരെ കാലം ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. एक व्यक्ति सालों से लेकर एक कारखाना में काम करते ही रहते हैं. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതായ സന്ദർഭത്തില് ആ കമ്പനി ഉടമകള് ഒരു കവർ അദ്ദേഹത്തിന് കൊടുത്തു. काम करते ही समय ये कारखाने की मालिक ने एक खबर उनका हाथ में दिया है. വളരെ കാലമായി താൻ സേവനമനുഷ്ഠിച്ചതുകൊണ്ട് പ്രതിഫലമായിട്ട് ഒരു വലിയ തുകയുടേതായ ഒരു ചെക്കായിരുന്നു അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. सालों से लेकर अच्छे मन से काम किया है, काम की प्रतिफल की अच्छा स्वभाव के साथ अच्छे मन से काम किया है, इसलिए एक प्रतिफल होकर एक अच्छा लाखों रुपया की एक चेक उनका हाथ में दी है. അനേക വർഷങ്ങൾ കഴിഞ്ഞു എങ്കിലും അദ്ദേഹം ആ കവർ പൊട്ടിച്ചു നോക്കുന്നതിന് അത് താല്പര്യം കാണിച്ചില്ല. कई सालों बीत गए हैं, फिर भी ये मालिक ने स्वामी ने दिया हुआ वो कवर खोलकर उन्होंने देखा नहीं है. ആ ജയാളിയായ ക്രിസ്തു അവന്റെ അധികാരവും അവന്റെ ശക്തിയും നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു. ये मसीह ने इतनी अधिकार है, वो अधिकार मसीह में विश्वास करने वाले के हाथ में दिया है, लेकिन ये अधिकार हम उपयोग नहीं करते. ആ വ്യക്തിയെ പോലെ നാമും അവിശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ ഭയം കൊണ്ടോ അത് തുറന്നു നോക്കുവാൻ തയ്യാറാകുന്നില്ല. ये व्यक्ति की नहीं, हमें परमेश्वर ने हमारे हाथ में दिया हुआ जो अधिकार कुंजी लेकर खोलकर ये अधिकार अंगीकार नहीं करते हैं. താക്കോൽ നമ്മുടെ കൈവശം യേശു ഏൽപ്പിച്ചിരിക്കുന്നു. मसीह ने ये कुंजी हमारा हाथ में समर्पण कर दी है. അതത്രേ നമ്മുടെ കൊള്ള എന്ന് പറയുന്നത്. वो ही है हमारा धन दौलत. ആ കൊള്ള ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം അവന്റെ വേലയിൽ നാം പങ്കുചേരുക. वो धन अपनाते हुए मसीह का सेवकाई में आगे दौड़ना हमारा कार्य है. അതെ, കൃപയുടെ ഒരു വാതിൽ നിങ്ങളിലൂടെ തുറക്കട്ടെ. अनुग्रह की एक दरवाजा हमारी ओर से खोले. അതെ, ഈ കൊള്ള അത് യേശുവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അത് ലഭ്യമത്രേ. ये धन मसीह का नाम लेकर पुकारने वाला सभी का ही है. അതെ, യേശു ക്രിസ്തു ഇങ്ങനെ ചോദിച്ചു, മരണമേ നിന്റെ വിഷമുള്ള എവിടെ? ये मसीह ने भजन यही पूछता है, ये मृत्यु तेरा ढंग कहाँ है? മരണത്തിന്റെ വിഷമുള്ള പാപം, मृत्यु की ढंग पाप है. അപ്പോ മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മരണത്തിന്റെ മേൽ യേശു ജയമെടുത്തു. मृत्यु को ये सब चिल्लाकर पुकार कर कहा, उसमें मृत्यु में से अपने लोग विजय पाते हैं. നാം താക്കോലിനെ കുറിച്ച് എത്ര ചിന്തിച്ചു കൊണ്ടിരുന്നത്? हम कुंजी का बारे में मनन कर रहा है. യേശു പത്രോസിനോട് ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ നിനക്ക് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന്. यीशु का शिष्य पत्रोस को मसीह ने कहा, स्वर्ग राज्य की कुंजी मैं तुम्हारे हाथ में देता हूं. അപ്പോ നിങ്ങൾക്കറിയാമോ ഈ പത്രോസിന്റെ കൊടുത്തതായ ആ താക്കോൽ ഇപ്പോ ആരുടെ കൈവശം ഉണ്ടെന്ന്?
आप लोगों को जानकारी है पतरस के हाथ में दिया है, वो कुंजी अभी किसका हाथ में है? ഇതിപ്പോ കൈമോശം വന്നോ, എവിടെ പോയി, ആരുടെ കയ്യിലാണ്, ആർക്കും അറിയില്ല. हाथ से खो गया है, कहाँ है, किधर है, ये कोई किसी को जानकारी नहीं है। ആ താക്കോലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വാതിൽ തുറക്കുവാനുള്ള അത്ര താക്കോൽ. ये कुंजी है, दरवाजा खोलने के लिए अधिकार है। അതെ, സ്വർഗത്തിൽ അതെ എന്താ പറഞ്ഞത്, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അത് അടയ്ക്കുന്നത് സ്വർഗത്തിൽ അടഞ്ഞിരിക്കും, നീ ഭൂമിയിൽ തുറക്കുന്നത് സ്വർഗത്തിലും തുറന്നിരിക്കും. ये पतरस ये कुंजी अधिकार तेरे हाथ में देता है, भूमि पर तू बंद करेगा वो स्वर्ग में बंदी हो जाएगा, भूमि पर खुला जाएगा स्वर्ग में खुला जाएगा। നമുക്കറിയാമല്ലോ, ഒരു ദിവസം പത്രോസ് പ്രസംഗിച്ചപ്പോഴ് 3000 ആളുകൾ മനസാന്തരപ്പെട്ടു. बाइबल में हमको ये बात बताया दिया है, भूमि पर पतरस ने सुसमाचार सुनाने दिया है, एक दिन में 3000 व्यक्ति यीशु को अपनाया है, मन फिराया है, बपतिस्मा लिया है। നിന്റെ കൈവശമുള്ളതായ താക്കോൽ കൊണ്ട്, അധികാരം കൊണ്ട് അവൻ ദൈവവചനം ശുശ്രൂഷിച്ചപ്പോൾ സ്വർഗത്തിന്റെ വാതിലുകൾ 3000 പേർക്ക് തുറക്കപ്പെട്ടു. और मसीह ने पतरस के हाथ में दिया वो कुंजी उपयोग किया है, तब 3000 लोग यीशु को अपनाया और मंडली में आया है। അതെ, സ്വർഗരാജ്യത്തിന്റെയും വാതിൽ തുറക്കുന്നതിനുള്ളതായ താക്കോൽ കർത്താവ് അതെ നമ്മെയും ഏൽപ്പിച്ചിരിക്കുന്നു. स्वर्ग राज्य के दरवाजा खोलने के लिए जो कुंजी मसीह ने हमारे हाथ में दिया है, അതെ, ഈ പത്രോസിന് മാത്രമല്ല, ആ താക്കോൽ നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുകയത്രേ ചെയ്യുന്നത്. केवल पतरस के हाथ में नहीं, हमारे एक एक व्यक्तियों के हाथ में ये कुंजी परमेश्वर ने दिया है। അതുകൊണ്ട് പത്രോസിന്റെ താക്കോല് ആരുടെ ഇരിക്കുന്നു, പോപ്പിന്റെ ഇരിക്കുന്നു, അല്ലെങ്കിൽ വേറെ വല്ലവരുടെയും ഇരിക്കുന്നു എന്നൊന്നും നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. और पतरस के हाथ में दिया हुआ कुंजी जो ईसाई नाम मंडली वाले की अधिकारियों के हाथ में, जिनका हाथ है, ये बात पूछताछ करने के लिए जाने का कोई जरूरत हमें नहीं है। അതെ, നമുക്ക് ആ അധികാരമുണ്ട്, हमें यो अधिकार है। അതുകൊണ്ട് നമുക്ക് ആത്മാക്കൾ നമ്മെ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയും ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. जो इसी कारण में मसीह की अधिकार हमारा हाथ में दी है, जो अधिकार उपयोग करते हुए पापियों को बचाने के लिए हम आगे दौड़े। ആകയാൽ ദൈവരാജ്യത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് വിശ്വസ്തയോടുകൂടി ദൈവവചനം പ്രസംഗിക്കുക എന്നുള്ളതത്രേ. स्वर्ग राज्य की कुंजी है, यही है विश्वास से योग्य होकर विश्वास में दौड़कर सेवकाई करना। ശക്തിയോടുകൂടി ഈ നാളുകളില് ദൈവവേല ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. ये विश्वास से योग्य रहकर परमेश्वर की सेवकाई में आगे दौड़े, ये शब्द में आपकी आगे रखते हुए मैं वचन से आज समाप्त करता हूं. ട്രാൻസ്ലേറ്റ് ദൈവദാസനോട് നന്ദി അറിയിക്കുന്നു.